നമസ്കാരം. പ്രധാന വാർത്തകൾ. തനിക്കുള്ള പിന്തുണ വെറുപ്പിന്റെ പ്രചാരണ വേദിയാക്കരുത്. രമേശ് നാരായണൻ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച ആസിഫ് അലി. തിരുവനന്തപുരം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ സിനിമയുടെ പ്രചരണാർത്ഥം എത്തിയപ്പോഴായിരുന്നു ആസിഫിന്റെ പ്രതികരണം. തന്റെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുതെന്നും അത് തന്റെ അപേക്ഷയാണെന്നുമായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. രമേശ് നാരായണൻ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകും. ദയവ് ചെയ്ത് ഇതൊരു ഹേറ്റ് ക്യാമ്പയിനായി മാറരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ വന്ന് നിങ്ങളുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ആസിഫ് അലി വ്യക്തമാക്കി. വിവാദത്തിൽ വിശദമായ പ്രതികരണം വൈകാതെ നടത്തുമെന്നും ആസിഫ് അലി അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് H1N1 ബാധിച്ച് സ്ത്രീ മരിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശിയായ സൈഫുന്നസിയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. പനി ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് H1N1 ആണെന്ന് കണ്ടെത്തിയത്. മലപ്പുറം പൊന്നാനി മേഖലയിൽ പകർച്ചവ്യാധികൾ പടരുകയാണ്. മലപ്പുറത്ത് ഇന്ന് 4 പേർക്ക് മലമ്പനിയും സ്ഥിരീകരിച്ചിരുന്നു. മഴക്കാല രോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മകളെയും കൊണ്ട് സർക്കാർ ആശുപത്രിയിലെത്തിയ അമ്മയെ പാമ്പ് കടിച്ചു. പാലക്കാട് പുതുനഗം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്കാണ് പാമ്പ് കടിയേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവമുണ്ടായത്. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഗായത്രിയുടെ മകൾക്ക് പനിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. രാവിലെ യൂറിൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അതിനിടെ തറയിൽ യൂറിൻ വീണു. അത് തുടയ്ക്കാൻ ചൂലെടുക്കാൻ പോയ സമയത്താണ് ഗായത്രിയുടെ കയ്യിൽ പാമ്പ് കടിച്ചത്. ആശുപത്രിക്കെതിരെ യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നും ഗായത്രിയുടെ ബന്ധുക്കൾ പറഞ്ഞു. KSRTC ബസിന് നേരെ കല്ലേറ്, ഡ്രൈവർക്ക് പരിക്ക്. അമ്പലപ്പുഴയിൽ KSRTC ബസിന് നേരെ സാമൂഹ്യവിരുദ്ധർ കല്ലെറിഞ്ഞു. രാവിലെ 11:30 പുറക്കാട് SNM സ്കൂളിന് വടക്കു ഭാഗത്തായിരുന്നു സംഭവം നടന്നത്. എറണാകുളത്തു നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോയ സൂപ്പർഫാസ്റ്റിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ ഡ്രൈവർ സലീമിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമികൾക്കായി അമ്പലപ്പുഴ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് കത്തി നശിച്ചു. രേഖകളും കമ്പ്യൂട്ടറുകളും ചാമ്പലായി. കൊല്ലം കളക്ടറേറ്റിന് സമീപത്തെ പോസ്റ്റ് ഓഫീസ് കത്തി നശിച്ചു. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ തീപിടുത്തം ഇന്ന് ജീവനക്കാർ എത്തിയതോടെയാണ് അറിഞ്ഞത്. ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും രേഖകളും കത്തി നശിച്ചു. ജീവനക്കാർ എത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി.